LDF സർക്കാരിന്റെ ഏറെ വിവാദമായ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയിരിക്കുന്നു. UDF മന്ത്രിസഭ പറിച്ച മുഴുവൻ മഞ്ഞക്കുറ്റികളും നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സത്യവാചകത്തിൽ മുഴുവൻ പേര് പറഞ്ഞതിലും മുഖ്യമന്ത്രി വിശദീകരണം നൽകി. വന്ദേ മാതരം മുഴുവൻ ആലപിക്കുമെന്നറിഞ്ഞിരുന്നില്ലെന്നും തീരുമാനം ലോക്ഭവന്റേതായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. വരും കേട്ടോ എന്ന് പിണറായി വിജയൻ അഭിമാനപൂർവ്വം പ്രഖ്യാപിച്ച കേരയിൽ പദ്ധതിക്ക് ഒടുവിൽ ചരമക്കുറിപ്പ്. ജനകീയ പ്രതിഷേധം കൊണ്ട് വിവാദത്തിലായ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി ഉത്തരവിറക്കാൻ VD സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഡീനോട്ടിഫൈ ചെയ്യും. പ്രതിഷേധത്തിന്റെ ആണിക്കല്ലായി മാറിയ മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. കേരയിൽ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യും. പാരിസ്ഥിതിക ദുരന്തമായ കേരയിൽ പദ്ധതിയോടാണ് വിയോജിപ്പെന്നും അതിവേഗ പാതയുടെ സാധ്യത പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീക്കം ചെയ്യാം, മഞ്ഞക്കുറ്റികളെല്ലാം മാറ്റി. സർക്കാർ പ്രഖ്യാപനത്തെ കേരയിൽ വിരുദ്ധ സമരസമിതി സ്വാഗതം ചെയ്തു. കഴിഞ്ഞ 7 വർഷമായി ഭൂമിയുടെ ക്രയവിക്രയം തടസ്സപ്പെട്ടിരുന്നു. ഇരകളെ സൃഷ്ടിക്കുന്നതാകരുത് വികസന പദ്ധതികളെന്നും സമരസമിതി കൺവീനർ S. രാജേന്ദ്രൻ പറഞ്ഞു. ഗുണഭോക്താക്കളെക്കാൾ കൂടുതൽ ഇരകളെ സൃഷ്ടിക്കുന്ന പരിപാടികളാകരുത്, പദ്ധതികളാകരുത്. അത് ഇതെന്നല്ല ഏത് പദ്ധതിയാണെങ്കിലും കേരളത്തിൽ വരേണ്ടുന്നത്. കേരളത്തിൻ്റെ സ്ഥിതി ഏറ്റവും പ്രധാനമായും ഞങ്ങൾ പരിഗണിച്ചത് പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ്. സർക്കാർ തീരുമാനത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന പരിപാടി, ഒരു കേരളത്തിൻ്റെ വളർച്ച ഒരു 25 വർഷം അപ്പുറത്തേക്ക് കണ്ട് പ്ലാൻ ചെയ്ത പ്രവർത്തനമാണ് വഴിക്ക് വെച്ച് തടസ്സപ്പെട്ട് നിന്നുപോയത്. കേരളിനുള്ള UDFന്റെ ബദൽ എന്തെന്ന ചോദ്യമാണ് തോമസ് ഐസക് ഉയർത്തിയത്. പുതിയ പദ്ധതിക്ക് രാഗ എന്ന് പേരിട്ടാലും കുഴപ്പമില്ല എന്ന് ഐസക് പരിഹസിച്ചു. UDF കേരയിൽ പദ്ധതിയെ തുടക്കം മുതൽ എതിർത്ത് വന്നവരാണ്. അതിനെ വലിയ സമരം നടത്തിയതാണ്. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചത് അനുഭവമൊന്നുമില്ല. പക്ഷെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പേരെന്ത് വേണമെങ്കിൽ വിളിച്ചോ, ഇനി രാഗാറയിൽ നിന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോ. പക്ഷെ കേരളത്തിലെ ഇങ്ങനൊരു അതിവേഗപാത വേണോ തെക്ക് വടക്ക്? ഇതാണ് ചോദ്യം. ഓഗസ്റ്റ് 31 വരെ കാലാവധി തീരുന്ന PSC റാങ്ക് പട്ടിക നവംബർ 30 വരെ നീട്ടാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ജൂൺ 1 മുതൽ 100 ദിന കർമ്മ പരിപാടി നടപ്പിലാക്കും. കിഫ്ബി, PM ശ്രീ, മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ സർക്കാർ എടുത്ത നടപടി എന്നിവയിൽ പുനഃപരിശോധന ഉണ്ടാക്കുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.